ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മടിയൊക്കെ പിടിച്ച് ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായപ്പോഴേക്കും കടുകിട്ടു. അതൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും നല്ല നീളത്തിലരിഞ്ഞ സവോള, കനം കുറച്ച് അരിയണം കേട്ടോ. കനം കുറച്ച് അരിഞ്ഞ സവോളയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അത് വഴറ്റി കൊടുക്കുമ്പോഴേക്കും അതിൽ വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം നമ്മൾ ചേർത്തൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് ആ സമയം കൊണ്ടാണ് കേട്ടോ ഞാൻ തക്കാളി അരിഞ്ഞെടുത്തത്. അപ്പോൾ ഈ 3 ചേരുവയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. എക്സ്ട്രാ ആയിട്ട് പിന്നെ പൊടികൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും തക്കാളിയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടുമല്ലോ. അപ്പോൾ വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരല്പം മാത്രം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരല്പം മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് നിന്നിട്ട് 2 മിനിറ്റ് വഴണ്ട് കഴിയുമ്പോഴേക്കും ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്ത് ഒന്ന് ആറാനായിട്ട് വെക്കുക. ആറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിലേക്ക് നല്ല കട്ടിത്തൈര് ഒഴിക്കുക. കട്ടിത്തൈര് തന്നെ ഒഴിക്കണം, അത് ഉടച്ച് ചേർത്ത് ഒഴിക്കേണ്ട, കട്ടിത്തൈര് തന്നെ ഒഴിക്കുക. അത് അധികം പുളി ഇല്ലാത്തതാണ് കേട്ടോ, ഒരുപാട് പുളിയുള്ളതാകരുത്, എന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര പുളി ഫീൽ ചെയ്യും. അപ്പോൾ ഒരു മീഡിയം പുളി ഉള്ളൊരു തൈരും കൂടി ചേർക്കാം, മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു സൈഡ് ഡിഷെന്നോ അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ പോലും ചോറുണ്ണ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ.